ബിഗ് ബോസ് പുത്തൻ പ്രൊമോ കൂട്ടുകാരി ഒരു രക്ഷയില്ലാത്ത അടി പിടി തീ അത് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ന്യൂതിൽ ആ ചെരുപ്പ് ഫാക്ടറി ആ ടാസ്ക് ഇന്ന് ഓണാകുന്നുണ്ട്. ഓണായതിന് അപ്പുറം തന്നെ അടിയും തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത കൂട്ടുകാരെ. നമ്മുടെ അക്ബർ എന്തോ തിരിമറി നടത്താനോ ചെരുപ്പ് ഫാക്ടറിയിൽ നിന്ന് ചെരുപ്പ് മോഷ്ടിക്കാനോ എന്തോ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിഷിനും നൂറയും കൈയോടെ പിടിക്കുന്നുണ്ട്. ശേഷം അവിടെ അടിയോടടി വഴക്ക് തന്നെ കേട്ടോ. എല്ലാവരും അക്ബറിനെതിരായിട്ട് തിരിയുന്നത്. അപ്പം നമ്മുടെ നൂറ ഇങ്ങനെ ആളിക്കത്തുന്നുണ്ട്, ഇയാളെ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു കൺട്രോളും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദിലെ ആയാലും നമ്മുടെ അക്ബറിനെതിരെ പോരാടുന്നുണ്ട്. ജിഷിൻ പറയുന്നുണ്ട്, ജിഷിനും നമ്മുടെ അക്ബറും തമ്മിൽ ഭയങ്കര വാക്ക് തുറക്കും, ഒന്തും തള്ളൊക്കെ വരെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജിഷിൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൈവച്ചു എന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പം ഇനി എന്തായിരിക്കും നമ്മുടെ അക്ബർ ഇനി പുറത്തേക്കായിരിക്കുമോ പോകാൻ പോകുന്നത്? ഈ ഒരു ടാസ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ലാലേട്ടന് മത്സരാർത്ഥികളെ പൊരിച്ചടക്കാൻ വേണ്ടി ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അല്ലേ കൂട്ടുകാരെ, ഒരു രക്ഷയില്ലാത്ത ടാസ്ക് ആട്ടോ. പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയാണ്. ലാസ്റ്റ് സഹികരായിട്ട് നമ്മുടെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, ഇനി ഒരടിയും കൂടെ ഉണ്ടായാലേ ഈ ടാസ്ക് തന്നെ നിർത്തിവെക്കും എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിന് ഇപ്പോഴെ തന്നെ നമ്മുടെ മത്സരാർത്ഥികളൊക്കെ മടുത്തു തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സമയത്തിനിടയിൽ ഒരാൾ നമ്മുടെ മനസ്സിൽ ഇതാണ് ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഉടക്കി കഴിഞ്ഞു. പക്ഷെ ഇത്തവണത്തെ ഇതിൽ മാത്രം ആരും അങ്ങനെ ബെസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അത്രയ്ക്കും മോശം ഒരു സീസണായി പോയോ ഇപ്രാവശ്യത്തേത് അല്ലേ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വേറെ നിവർത്തിയൊന്നുമില്ല നമ്മൾ പ്രേക്ഷകർക്കല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.